നമസ്കാരം. BJPയും CPMും തമ്മിൽ ഡീലുണ്ടോ? ഉണ്ടേ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് വൃത്തങ്ങളും പറയുന്നത്. പ്രതിപക്ഷ നേതാവ് തറപ്പിച്ചു പറയുന്നു, പാലക്കാട് മാത്രമല്ല മറ്റ് 10 മണ്ഡലങ്ങളിൽ ഇവർ തമ്മിൽ ഡീലുണ്ടെന്ന്. റാന്നിയും കോന്നിയും മഞ്ചേശ്വരവും കാസർഗോഡുമൊക്കെ ഈ ഡീലിൻ്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവിന് സംശയമൊന്നുമില്ല. 32,000-ലധികം വോട്ട് കെ സുരേന്ദ്രൻ പിടിച്ച സീറ്റില് ഇപ്രാവശ്യം അത് BDJS കൊടുത്തു. ശരിയാണോ? റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത്? പത്തനംതിട്ടയിൽ 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് പത്തനംതിട്ടയിലെ റാന്നി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ്, ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ആരാ പറയുന്ന? NDA സ്ഥാനാർത്ഥി. അപ്പൊ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത്, കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്, 27 സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് മത്സരിക്കുന്ന CPMും കോൺഗ്രസുമല്ലേ തമ്മിൽ ഡീലുള്ളത്? കേരളത്തിൽ മാത്രം അവർ വേറിട്ട് മത്സരിച്ചിട്ട് നാണമുണ്ടോ ഡീലെന്ന് ചോദിക്കാൻ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരെ രണ്ടായിട്ട് കാണുന്നില്ല. ജനങ്ങളും ഇന്ന് ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് രണ്ടായിട്ട് കാണുന്നില്ല, ഒന്നാണ്. 27 സംസ്ഥാനം 8 യൂണിയൻ ടെറിട്ടറീസിൽ ഒരുമിച്ച് മത്സരിക്കുന്ന CPMും കോൺഗ്രസ് ഇന്നും കേരളത്തിൽ വന്ന് പറയുന്നു ഞങ്ങൾ രണ്ട് പാർട്ടിയാണ്. ഇത്തരം വാദപ്രതിവാദങ്ങൾ മുന്നേറുമ്പോഴും ചോദ്യം പ്രസക്തമാകുന്നു. BJPയും CPMും തമ്മിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ടോ? ഉണ്ടേ എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിലൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പാകുമ്പോൾ CPMനെ സഹായിക്കാൻ BJP രംഗത്ത് വരികയും അതിൻ്റെ പിന്നിൽ ചില അവിഹിത ഡീലുകൾ നടത്തുകയും ചെയ്യുന്നു എന്ന ആരോപണം ശക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇത്തരം മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥി വോട്ട് കുറയുന്നത് അതിൻ്റെ ലക്ഷണമായി കരുതി. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. ഈ ഡീല് BJPക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ്. BJPക്ക് വിജയസാധ്യതയുള്ള കുറേയധികം മണ്ഡലങ്ങളിൽ CPIM പതിയെ പിന്മാറി BJPയെ സഹായിക്കുന്നു. പകരം CPMന് ജയിക്കണം എന്ന് നിർബന്ധമുള്ള ചിലയിടങ്ങളിലെങ്കിലും BJP സഹായിക്കുന്നു. ഇങ്ങനെ സംശയിക്കാവുന്ന പല സാഹചര്യങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള അന്തരീക്ഷമൊരുക്കലിൽ കടുത്ത മുസ്ലിം വിരോധമാണ് വാസ്തവത്തിൽ CPIM ആയുധമാക്കിയെടുത്തത്. അതിനവർക്ക് കൃത്യമായ കാരണമുണ്ട്. കേന്ദ്ര സർക്കാരും പിണറായി വിജയനും തമ്മിൽ അന്തർധാര ശക്തമാണെന്നും BJPക്കാരായ ഉദ്യോഗസ്ഥരാണ് പിണറായിയെ നിയന്ത്രിക്കുന്നതെന്നും മുസ്ലിം സമുദായം മനസ്സിലാക്കുകയും ഇതോടുകൂടി പിണറായിയെ അവർ തള്ളിക്കളയുകയും ചെയ്തു. ചെങ്കൊടിയുടെ തണലിൽ അഭയം തേടിയിരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ അപ്പോൾ തന്നെ പിണറായിയെയും ചെങ്കൊടിയും ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും സ്വീകരിച്ചു. അത്തരത്തിൽ വലിയൊരു മാറ്റമുണ്ടായതോടെ മുസ്ലിം വോട്ട് കിട്ടില്ല എന്നുറപ്പായതോടെ ഹിന്ദു വോട്ട് പരമാവധി ക്രോഡീകരിക്കാൻ CPIM വെള്ളാപ്പള്ളി നടേശനെ വരെ രംഗത്തിറക്കി മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചു. വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്നു, മലപ്പുറത്തിൻ്റെ കാര്യം ചർച്ചയാക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും ലീഗിനെക്കുറിച്ചും മലപ്പുറത്തെ മുസ്ലിം സ്ഥാനാർത്ഥികളെക്കുറിച്ചുമൊക്കെ ചർച്ചയുണ്ടാക്കുന്നു. അതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് CPM നേതാക്കളും രംഗത്ത് വരുന്നു. വെള്ളാപ്പള്ളിയെ മതേതരത്തിൻ്റെ വക്താവായി ചിത്രീകരിച്ച് സ്വീകരണമൊരുക്കുന്നു. അങ്ങനെ പതിയെ സംഘപരിവാർ പ്രവർത്തകരുടെ മനസ്സിൽ കോൺഗ്രസിനോട് വെറുപ്പ് ശക്തിപ്പെടുകയും CPMനോട് താല്പര്യമുണ്ടാവുകയും ചെയ്യുന്നു. ശബരിമല യുവതീ പ്രവേശനം മുതൽ മോഷണം വരെയുള്ള വിഷയങ്ങളിൽ പിണറായിയോട് എതിർത്ത് നിന്നിരുന്ന ഹിന്ദു മനസ്സിൽ പതിയെ ഒരു സോഫ്റ്റ് കോർണർ സൃഷ്ടിക്കാൻ ഇത് കാരണമായി. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ഭരണമായിരിക്കുമെന്ന് ഭീതി സൃഷ്ടിച്ച് അതിനേക്കാൾ ഭേദമാണ് പിണറായിയും CPMും എന്ന തോന്നലിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. രണ്ടാമതാണ് ഡീല്. എന്നാൽ ഡീലിന് ഒരു പ്രശ്നമുണ്ട്. BJP പഴയ BJP അല്ല. വലിയ തോതിൽ BJP അടിത്തറ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പണ്ട് എന്തിനാണ് BJPക്ക് വോട്ട് ചെയ്യുന്നത്, ഒരു ഗുണവുമില്ലല്ലോ എന്ന് കരുതിയിരുന്നവർ പോലും തോറ്റാലും കുഴപ്പമില്ല, BJPയുടെ സ്വാധീനം വർദ്ധിക്കട്ടെ എന്ന് കരുതി BJPക്ക് വോട്ട് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിർണായകമായ ചിലയിടങ്ങളിലെങ്കിലും BJP സ്ഥാനാർത്ഥികൾ നിന്നാൽ അവിടെ BJP ജയിക്കത്തുമില്ല. അണികൾ എത്ര ഡീലുണ്ടെങ്കിലും ഇടതുമുന്നണിക്ക് ചെയ്യത്തുമില്ല. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് വാസ്തവത്തിൽ 2020 പോലുള്ള പാർട്ടികളെ ഉപയോഗിച്ചത്. ചില സീറ്റുകൾ മാത്രം എടുത്ത് പരിശോധിക്കുക. ഉദാഹരണത്തിന് ഏറ്റുമാനൂരിൽ ശക്തനായ VN വാസവൻ മത്സരിക്കുന്നു.
വാസവനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ജോസഫിൽ നിന്നും കോൺഗ്രസ് സീറ്റ് തിരിച്ചു പിടിച്ചതോടെ കോട്ടയത്ത് ഏറ്റവും സ്വാധീനമുള്ള നാട്ടകം സുരേഷ് സ്ഥാനാർത്ഥിയായതോടെ വാസവന് ചങ്കിടിപ്പുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായ തങ്കപ്പൻ ഏതാണ്ട് 30,000 വോട്ട് പിടിച്ച മണ്ഡലം വാസവൻ ജയിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ BJP ഏറ്റെടുത്ത് BDJSനെ ഒഴിവാക്കിയത്. അതിൻ്റെ ഫലം 2021 തന്നെ കണ്ടതാണ്. 2016 BDJSന്റെ സ്ഥാനാർത്ഥി 27,540 വോട്ട് പിടിച്ചെടുത്ത് 2021 BJP സ്ഥാനാർത്ഥിയായപ്പോൾ പകുതി വോട്ട് 13,746 വോട്ടാണ് കിട്ടിയത്. അതാണ് വാസ്തവത്തിൽ വാസവന്റെ വിജയത്തിന് കാരണമായി മാറിയത്. അത്രയും വോട്ട് കിട്ടിയാൽ പോരാ വാസവൻ ജയിക്കാൻ എന്ന് ബോധ്യമായപ്പോൾ ആ മണ്ഡലം ഇക്കുറി 2020 കൊടുത്ത് അവിടെ ഒരു സീരിയൽ നടിയെ സ്ഥാനാർത്ഥിയാക്കി. BJPക്കോ BDJSനോ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ വരുമ്പോൾ ഭേദം വാസവനല്ലേ എന്ന് ചിന്തിച്ചാൽ വാസവൻ രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചതാവാം കാരണം. തൃപ്പൂണിത്തുറയിൽ 2016 29,843 വോട്ടും 21 23,756 വോട്ടും നേടിയ BJP ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നഗരസഭ വരെ നേടി. തൃപ്പൂണിത്തുറയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള പാർട്ടിയായി BJP മാറി. നല്ല ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചാൽ വിജയമുറപ്പാണ്. പക്ഷേ സീറ്റ് 2020 കൊടുത്തു. 2020 കൊടുത്താലും കുഴപ്പമില്ല. അവിടെ അഖിൽ മാരാർ സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയസാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഒരു നടിയെയാണ് അവിടെയും ഇറക്കിയത്. ഇത് BJPക്കാർക്കിടയിൽ മടുപ്പുണ്ടാക്കി. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള തിരക്കഥയുടെ ഭാഗമാണെന്നാണ് VD സതീശൻ പറയുന്നത്. കൊടുങ്ങല്ലൂരിൽ 28,204 വോട്ടാണ് കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി നേടിയത്. ആ സീറ്റും എന്തുകൊണ്ടാണ് 2020 കൊടുത്തത് എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നു. കോന്നിയുടെ സ്ഥിതി വ്യത്യസ്തമല്ല. കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ മത്സരിച്ച് 32,811 വോട്ട് നേടിയതാണ്. ഇക്കുറി ആ സീറ്റ് അപ്രതീക്ഷിതമായി BDJSന് വിട്ടുകൊടുത്തു. റാന്നിയിൽ ഒരു വോട്ട് പോലുമില്ലാത്ത 2020 സീറ്റ് വിട്ടുകൊടുക്കുകയും 2020 സ്ഥാനാർത്ഥി ശബരിമല മോഷണം ഒരു വിഷയമേ അല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ വ്യക്തമാകുന്നത് ബോധപൂർവം CPMനെ സഹായിക്കാൻ വേണ്ടി BJP നിന്നുകൊടുക്കുന്നു എന്നതിന് തെളിവാണെന്ന് ആരോപിക്കുന്നവരോട് എന്തു മറുപടി പറയാൻ പറ്റും? അതേസമയം മറുവശത്ത് BJPക്ക് വിജയസാധ്യതയുള്ള മിക്ക മണ്ഡലങ്ങളിലും CPM ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. നേമം മുതൽ മഞ്ചേശ്വരം വരെ ഇതാണ് സ്ഥിതി എന്നാണ് വിലയിരുത്തുന്നത്. മഞ്ചേശ്വരം കഴിഞ്ഞ 2 തവണയും UDF നേടിയത് CPMന്റെ സഹായത്തോടെയാണ്. അല്ലെങ്കിൽ അവിടെ BJPക്കാണ് വോട്ട് കൂടുതൽ. ഇക്കുറി മഞ്ചേശ്വരത്ത് കോൺഗ്രസ് വിമതനെ സ്ഥാനാർത്ഥിയാക്കി CPM രംഗത്ത് വന്നത് ലീഗിൻ്റെ വോട്ട് ഭിന്നിപ്പിക്കാനാണെന്നും അങ്ങനെ സുരേന്ദ്രൻ്റെ വിജയം ഉറപ്പിക്കാനാണെന്നും കോൺഗ്രസ് പറയുമ്പോൾ ശരിയല്ലേ അതിൽ എന്ന് ചോദിക്കുന്നവരോട് എന്തുത്തരം പറയാൻ കഴിയും? ഇതുതന്നെയാണ് പാലക്കാട് സംഭവിച്ചത്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയതിൻ്റെ ലക്ഷ്യം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുക, അങ്ങനെ BJP സ്ഥാനാർത്ഥി ജയിക്കുക എന്നതാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. തീരെ ആരോഗ്യമില്ലാത്ത ആരുടെയെങ്കിലും കൈപിടിച്ചില്ലെങ്കിൽ കൈവിറച്ചുകൊണ്ടിരിക്കുന്ന ശിവൻകുട്ടിയെ വീണ്ടും നേമത്ത് മത്സരത്തിന് ഇറക്കിയതും തീർച്ചയായും BJPയുടെ ജയത്തിന് വേണ്ടിയാണെന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഏറെ ആരോപണ വിധേയനാണ്. CPMന്റെ പതിവ് രീതി വിട്ടാണ് സുരേന്ദ്രൻ വീണ്ടും അവിടെ മത്സരിക്കുന്നത്. ഇത്തരത്തിൽ CPMന് സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം BJP സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ ആരോപണം ഒരു പരിധിവരെ കഴമ്പുള്ളതാണ് എന്ന് കണ്ടെത്തേണ്ടി വരും. കാരണം അടിസ്ഥാനപരമായി CPM ജയിക്കുന്നതാണ് കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന BJPക്ക് നല്ലത്. CPM ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോൽക്കണം എന്നതാണ് BJPയുടെ പൊതു നിലപാട്. അതുകൊണ്ടാണ് കോൺഗ്രസിന് സാധ്യതയുള്ള പോണ്ടിച്ചേരിയിലും കേരളത്തിലും ആസാമിലും ഒരുമിച്ച് ആദ്യ ദിനം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയതുപോലും. എന്തായാലും ഈ കച്ചവടത്തിൽ ലാഭം BJPക്കാണ്. BJPക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കാം. ഒപ്പം അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തവണ കൂടി CPM ഭരിക്കുന്ന സാഹചര്യമുണ്ടായാൽ പൂർണ്ണമായും BJPയുടെ കൈകളിലേക്ക് അടുത്ത തവണ എത്തുന്ന സാഹചര്യവും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അനന്തരഫലമെന്ന് പ്രവചിക്കുക സാധ്യം.